ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജഗദീപ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ ഇവനിങ്ങനെ കുടിപ്പിക്കുന്നത്, നാട്ടുകാർ പലതും പറയും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത നാട്ടുകാർ പലതും പറഞ്ഞോട്ടെ, അതിനെന്താ എനിക്ക് കുഴപ്പമെന്ന് സുസ്മിത പറയാനായിട്ടോ ഈ സമയം ചിന്തിക്കുന്നുണ്ട്. ജഗദീപ് ഇവളുടെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, സെന്റിയായിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതി തന്നെ സുസ്മിതയോട് പറയണ, സുസു ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അതെ, നാട്ടുകാർ പലതും പറയില്ലേ, നിന്റെ ഭർത്താവ് ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്റെ മുൻ ഭർത്താവായിരുന്നല്ലേ ഈ ഇരിക്കുന്നവൻ, അവനെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കില്ലേ. ഓ, നീ പറഞ്ഞത് ശരിയാണ് ജഗദീപ്, ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. എന്തായാലും ചിന്തിച്ചതിൽ നന്ന്. എന്തായാലും നീ നേരം വൈകിക്കണ്ട, പെട്ടിയെടുത്ത് എങ്ങ് പോയേക്ക്. അയ്യോ സുസു, അങ്ങനെയൊന്നും പറയില്ല സുസു, എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വാക്കുകൾ സുസ്മിത അങ്ങ് വില പോവാതെ സുസ്മിത അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീടാണെങ്കിലും സുസ്മിതയെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ ഇങ്ങനെ ശ്രമിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കാണിക്കുന്ന സത്യഭാമ ഒരു ഓട്ടോയിൽ വന്നിറങ്ങാണ്. അപ്പൊ രാഘവൻ പിള്ളയോട് പറയുന്നുണ്ട്, അവര് മേലോട്ട് കയറി പോയിട്ട് ഒത്തിരി നേരമായില്ല, ഇതുവരെ അവർ ഇറങ്ങി വരുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവിടെ തന്നെ സത്യഭാമ അകത്തോട്ട് കയറി വരണം. അപ്പൊ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, രാഘവൻ പോയ കാര്യം എന്തായി? ഒന്നും ആയില്ല, ഇനി ഞാൻ തന്നെ തീരുമാനം എടുക്കണം എന്ന് പറയാനിട്ട്. അപ്പോഴേക്കും പൊന്നിയോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്, വല്ലാത്ത ചൂട്, വല്ലാത്ത ഔഷധ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ പറച്ചിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവണം. അപ്പോഴാണ് മുകളിൽ നിന്ന്, ആ ചൂട് ഇപ്പോ പുറത്തല്ലല്ലോ, ചൂട് ഉള്ളിലാണ് എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഞെട്ടിപ്പോവാണ്. അപ്പോൾ വസുമതിയെ കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. തന്റെ വീടിന്റെ സ്റ്റെയർ കേസിൽ നിൽക്കുന്ന വസുമതിയെ കാണുമ്പോൾ അപ്പോൾ തന്നെ വസുമതി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അതിനിപ്പോ ചൂട് മനസ്സിനല്ല, ചൂട് പുറത്തല്ലല്ലോ, തന്റെ മനസ്സിനാണ് ചൂട്. ഞാൻ കേട്ടു 1000 10,000 വേണ്ടിയിട്ട് സത്യഭാമ മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ നടക്കുന്ന കഥ എന്നൊക്കെ പറയണ്ട. അപ്പൊ ഈ സമയം വസുമതിയുടെ മുന്നേ കാലം കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് സത്യഭാമയെ കുത്തി നോവിക്കുന്നത് പോലെയുള്ള വാക്കുകളാണ് കേട്ടോ. കുറെ പാപങ്ങൾ നീ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതിനൊക്കെ പ്രതികാരമായി നിനക്ക് ഈശ്വരൻ തന്ന ശിക്ഷയാണെന്ന് കരുതിക്കോ. ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി, നിന്റെ വീട് മൊത്തത്തിൽ അടിമുടി കാണുകയായിരുന്നു. കാരണം ഇനിയിപ്പോ വീട് ജപ്തിയാവല്ലേ, ഈ വീട് ജപ്തിയായി കഴിഞ്ഞ പിന്നെ എടുത്ത് കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ വീട് ജപ്തി ആയി കഴിഞ്ഞാല് ആരെങ്കിലൊക്കെ ഇതിന് വാങ്ങാൻ ആളെത്തുമല്ലോ. എന്തായാലും അതുകൊണ്ടൊന്ന് കണ്ടേക്കാം എന്ന് കരുതി പോയതാണ്. എന്തായാലും എങ്ങനെ പ്രൗഢിയോടുകൂടി ജീവിച്ച നീയാണ് ഇപ്പൊ ഇന്ന് ഈ അവസ്ഥയിലായത്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് 1000 10,000 മേടിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞ് പുച്ഛ മനോഭാവത്തോടു കൂടി വസുമതി പറയുമ്പോൾ ഈ സമയം സത്യഭാമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഞാൻ എങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ നീ എങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറയണ്ട, നിന്റെ മകളുണ്ടല്ലോ, നിന്റെ മകൾ ഇപ്പൊ അവിടെ കയറ് പൊട്ടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിന്നെ കാണാൻ വരണ അമ്മയുടെ അവസ്ഥയിൽ അമ്മയെ കാണാൻ വരുന്ന എന്തൊക്കെ എന്റെ മകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവളെ സമ്മതിച്ചില്ല. എന്തിന് ഇങ്ങനെയുള്ള വീട്ടിൽ വന്നിട്ട്, എന്റെ മകനെ ഒരു അഡ്വക്കേറ്റ് ആണ്, അവന് നല്ല മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ആണ്. ആ അഡ്വക്കേറ്റിന് നാളെ ഒരു ചീത്തപ്പേര് ഉണ്ടാവരുതല്ലോ, ഇങ്ങനെ ഒരു തറവാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചതെന്ന് അറിയുന്നതിനേക്കാൾ നല്ല ഇങ്ങോട്ടേക്ക് അവളെ കടത്തി വിടാൻ ഞാൻ മറ്റേ അതാണ് ഞാൻ ചെയ്തത്. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ, വീടും കൂടിയൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് അപ്പോഴാണ് പൊന്നി ഇങ്ങനെ വെള്ളം കൊടുക്കുന്നിട്ട് സത്യാമ്മ വെള്ളം എന്ന് പറയണ. അപ്പൊ ആ വെള്ളം കാണുന്നതിനോട് കൂടി ആർത്തിയോടുകൂടി സത്യാമ്മ കുടിക്കാനായിട്ട് അത് കാണാൻ ഇനിയും വേണ്ടി വരും വെള്ളം, ഇതൊന്നും പോരെ പൊന്നി, ഇനിയും ഒരുപാട് വെള്ളം വേണ്ടി വരും. ഇവര് കുടിച്ചത് ഇത്രയൊന്നും പോരാ, ഇവര് അത്രയും മറ്റുള്ളവരെ കുടിപ്പിച്ചിട്ടുണ്ട്. ആ ശാലിനിയോട് എന്തെല്ലാം ക്രൂരതകളാണ് ഇവര് ചെയ്തു കൂട്ടിയിരിക്കുന്നത്, അതിന്റെയൊക്കെ പാപം അവർക്ക് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയാനായിട്ട്. ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യമ്മക്ക് അങ്ങ് അടിമുടി ദേഷ്യം വരികയാണെങ്കിൽ സത്യമ്മ ഇറങ്ങടി മര്യാദക്ക്, ഇവിടെ നീ നിൽക്കാൻ പാടില്ല, ഇറങ്ങടി എന്ന് പറയാനായിട്ടാ. ഇത് എന്റെ വീടാണ്, എന്റെ വീടായതുകൊണ്ട് നീ ഇറങ്ങടി എന്നൊക്കെ പറയുമ്പോൾ ഉടനെ വസുമതി പറയണ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വീടും കൂടിയൊക്കെ നഷ്ടപ്പെട്ട് ഇനി നിങ്ങളെ എവിടെ വെച്ച് കാണാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കാണാൻ എന്റെ വീട്ടിലോട്ട് വരരുത്, എന്റെ വീട്ടിലോട്ട് നിങ്ങൾ വരെന്നെ വേണ്ട. അതിന് ഞാൻ നിങ്ങളെ അംഗീകരിക്കില്ല. കാരണം എന്റെ മകളുണ്ടെന്ന് പറഞ്ഞ് ആ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സഹതാപം പിടിച്ചു പറ്റാൻ അങ്ങോട്ടേക്ക് വരികയെ ചെയ്യരുത്, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് വസുമതി വളരെ മോശമായ രീതിയിൽ പറയുമ്പോൾ, ഭാമേ നീ അവരുടെ വാക്കുകൾ നോക്കണ്ട, അവര് ശവത്തിൽ കുത്തുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ഒരാൾ വീണ് കിടക്കുമ്പോൾ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുക, അവളുടെ സ്വഭാവം എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണ് സത്യമേ എന്ന് പറഞ്ഞിട്ട് ശ്യാമ നിലവിളിച്ചു വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ശ്യാമയെ കാണുമ്പോൾ എന്താടി എന്ന് ചോദിക്കുമ്പോൾ, സത്യമേ രോഹിത് ഇതുവരെ എത്തിയിട്ടില്ല, രോഹിത്തിനെ എനിക്ക് കൊണ്ടുവരണം സത്യമേ എന്ന് പറയുമ്പോൾ സത്യാമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് കേട്ടോ. സത്യാമ്മ ആ ദേഷ്യം മുഴുവൻ ഇങ്ങനെ ശ്യാമയുടെ നേർക്ക് പിടിക്കണം, രോഹിതിനെ കൊണ്ടുവരണമെന്ന്. അവനൊരുത്തനാണ് ഈ വീടിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്, എന്നിട്ട് അവനെ കൊണ്ടുവരണത്ര. എന്തിനാടി അവനെ പോലെയുള്ളവൻ ഇവനെ ഇവിടെ താമസിക്കുന്നത്? എന്തായാലും രോഹിത് നീ വീട്ടിൽ വേണ്ട, മര്യാദക്ക് ഇറങ്ങിക്കോ എന്ന് പറയണ. അത് കേൾക്കുന്ന രാഘവൻ, ഭാമ നിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല, അത് നിർത്തിയേക്കും, അത് ഇനി അവസാനിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇല്ല ഞാൻ തുടങ്ങി വെച്ച ഈ കാര്യം ഞാൻ തന്നെ അവസാനിപ്പിക്കണം, അല്ല എങ്കിൽ ശരിയാവില്ല, ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. ഇനി നീയും നിന്റെ ഭർത്താവ് ഇവിടെ പാടില്ല, നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല, അതിൽ ഇപ്പൊ വെന്തുരുകുന്നത് ഞാനാണ്, മര്യാദക്ക് ഇറങ്ങി. ഭാമ നീ എന്താണ് ഈ ചെയ്യുന്നത്? ഒന്നും അറിയാത്ത ശ്യാമ
ശ്യാമയോട് നീ എന്താ ചെയ്യുന്നത്? അപ്പൊ ശ്യാമ ആകെ ഞെട്ടി നിൽക്കണിട്ട് സത്യമ്മയുടെ മുഖം കാണുമ്പോൾ. എന്നിട്ട് സത്യമ്മ ഞാനേ എന്ന് പറയുമ്പോഴേക്കും ഇറങ്ങടി, നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല, എന്റെ ഭർത്താവിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണെന്ന് പറയുമ്പോൾ വിഷ്ണു വന്ന് ഇറങ്ങുന്നു കേട്ടോ. അങ്ങനെ ശ്യാമയെ പിടിച്ചൊരു തള്ളുമ്പോൾ ശ്യാമ വന്ന് വീഴുന്നത് വിഷ്ണുവിന്റെ കാൽക്കീഴിലായിരിക്കും. അത് കാണുന്നതിനോട് കൂടിയിട്ട് വിഷ്ണു എന്താ അമ്മ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്താണ്. ഇവള് ഇറങ്ങണം, ഇവളുടെ ഭർത്താവ് ഇറങ്ങണം, അവളുടെ ഭർത്താവിനെ ഞാൻ പിടിച്ച് കൊണ്ടുവരണത്ര, അവളുടെ ഭർത്താവിനെ ഞാൻ അവൾക്ക് മുന്നിൽ ഇട്ട് തരണത്ര, ഇത്രയും ദുഷ്ടത്തരം ചെയ്ത് അവളുടെ ഭർത്താവിനെ ഞാൻ കൊണ്ടുവരണത്ര, ഞാൻ കൊണ്ടുവന്ന ആ ഒരു ഇത് ഞാൻ തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ എങ്ങനെ പറയാനായിട്ടാ. അതൊക്കെ കേൾക്കുന്ന ശ്യാമ അങ്ങനെ പൊട്ടിക്കരയണം. അങ്ങനെ ശ്യാമ ഓടി വന്നിട്ട് വിഷ്ണുവേട്ട എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഞാൻ എൻ്റെ മനോവിഷമത്തിൽ അപ്പൊ അങ്ങനെ സത്യമ്മയോട് പറഞ്ഞു എന്നുള്ളൂ, എനിക്ക് എന്നെ ഭർത്താവിനെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, സാരില്ല എനിക്കിപ്പോ മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോ എന്താ ആവശ്യം, എന്റെ ഭർത്താവിനെ കിട്ടണം, അത്രയല്ലേ വേണ്ടുള്ളവനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരാം, അവൻ അന്വേഷിക്കൊന്നും വേണ്ട, അവൻ ഇവിടെ ഉണ്ട് എന്ന് പറയട്ടെ, സുസ്മിതയുടെ വീട്ടിലുണ്ട് എന്ന് പറയണേ. ആ സമയം രോഹിത്തിനെ കാണിക്കുന്ന ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാതെ ആകെ ലക്ക് കെട്ട് തനിക്കൊരു കാലിൽ പോലും നിൽക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ ഇങ്ങനെ രോഹിത് ഇങ്ങനെ ഒരു ഫില്ലറിൽ ഇങ്ങനെ ചാരിക്കിടക്കുന്ന കേട്ടോ, മുറ്റത്ത് വെളിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ജഗദീപിനെയാണ്. ജഗദീപ് അനുപല്ലിയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങിയാണ്. രോഹിത്തിനെ വെച്ചിട്ട് ചന്ദ്രബോസും ശാലിനിക്കെതിരെ ഒരു കുരുക്ക് മുറുക്കുന്നുണ്ടെന്ന് സത്യം അറിയിക്കാനായിട്ട്. അങ്ങനെ അനുപല്ലിയെ കണ്ടുവിടുന്ന ജഗദീപ് പറയണേ എനിക്ക് മാഡത്തിനെ ഒന്ന് കാണാൻ പറ്റുമോ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് ചെന്ന് പറയട്ടെ. അപ്പോൾ ശാലിനിയുടെ അടുത്തോട്ട് അനുപല്ലവി ചെല്ലുന്നുണ്ട്. മാഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ, അതെ മാഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, അതെനിക്കറിയില്ല, ഒരു പ്രാവശ്യം ഇവിടെ വന്ന ആളാണെന്ന് തോന്നുന്നു, എന്നാ അവരെ വിളിക്കാൻ പറയൂ എന്ന് പറയുന്നു, വിളിക്കൂട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ മാഡത്തിനെ കണ്ടോളൂ എന്ന് പറയണേ. പിന്നീട് ശാലിനി അതൊക്കെ തുറക്കുമ്പോൾ കാണുന്നത് ജഗദീപാണ്. ആഹാ ജഗദീപ് വാ, കയറിയിരിക്കുവാ, ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മാഡം ഞാനിവിടെ നിന്നോളാം. എന്താടോ താനിവിടെ ഇരിക്കും? വേണ്ട മാഡം ഞാനിവിടെ നിന്നോളാം. അതുകൊണ്ട് തന്നെ മാഡത്തിന് ഈ തിരക്ക് പിടിച്ച സമയത്ത് മാഡത്തിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയോ, അതൊരു ബുദ്ധിമുട്ടായോ മാഡത്തിന്? എന്ത് ബുദ്ധിമുട്ട്? നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു കാര്യം എന്നെ അറിയിക്കാനായിരിക്കും, എന്തായാലും നീ വന്ന കാര്യം എന്താ വെച്ചാൽ പറ ജഗദീപ് എന്ന് പറയുമ്പോൾ മാഡം കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടനെ എന്ത് എന്നുള്ള അർത്ഥത്തിൽ നോക്കേണ്ട ആവശ്യമില്ല, ശാലിനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ. അവിടെ തന്നെ ഇപ്പോ രോഹിത് സുസ്മിതയുടെ വലയിലാണ്. 24 മണിക്കൂറും അവന് കുടിക്കാൻ കൊടുത്ത് അവന്റെ വെളിവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കാൻ പോലും സമയം അവന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാഡത്തിന് ഈ വിവരം അറിയിക്കണം, ഇതൊക്കെ മാഡത്തിനെ ലക്ഷ്യം വെച്ചാണ് ചന്ദ്രബോസും സുസ്മിതയെ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശാലിനി പറയുന്നുണ്ട് ഇത് എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് വേണ്ട ആളുകളെ ഇടപെടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതില്ല എന്ന് പറയണേ. അവരും എന്തായാലും അവിടെ എത്തുമെന്ന് പറയണേ. മാഡം വഴുകും തോറും മാഡത്തിന്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കും, എന്തായാലും മാഡത്തിനെതിരാണ് ഈ കളി തുടങ്ങിയിരിക്കുന്നത്, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് രോഹിത്തിനെ കുറിച്ചുള്ള ആ സത്യം, അതായത് സുസ്മിതയെ ചന്ദ്രബോസും ചെയ്യുന്ന ആ സത്യം ഇങ്ങനെ ജഗദീപ് ശാലിനിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും വിഷ്ണു ഒരു 1.5 വരവോട് കൂടി തന്നെ രോഹിത്തിനെ കൊണ്ടുപോകാൻ എത്തുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. സത്യഭാമക്ക് ഇനി വീടും കിടപ്പാടൊക്കെ നഷ്ടപ്പെടാണ് കേട്ടോ. ആ എല്ലാം നഷ്ടപ്പെട്ട് സത്യഭാമ ഇനി തെരുവിലോട്ട് ഇറങ്ങുമ്പോഴാണ് തന്റെ മരുമകളുടെ മൂല്യം എന്തെന്ന് തിരിച്ചറിയുന്ന ആ സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ.